ഒരു അപകട മരണ വാർത്ത വരികയാണ് എറണാകുളത്ത് നിന്നും. 16-കാരൻ ബസ്സിൽ നിന്നും വീണ് മരിച്ചു. ചെല്ലാനം സ്വദേശി പവൻ സുമോദാണ് മരിച്ചത്. വിവരങ്ങളുമായി അരുൺ, ഞാൻ ആദ്യം ഈ ദൃശ്യം കണ്ടപ്പോൾ ഡോർ അടയ്ക്കാഞ്ഞതാണോ അങ്ങനെ വീണു പോയതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ എടുത്ത് ചാടിയതാണ് ബസ്സിൽ നിന്ന്. എന്തായാലും ഇന്നലെ രാത്രി 7:30-ക്കാണ് ഈ ദാരുണ സംഭവം അല്ലെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം നടന്നത്. 16 വയസ്സുകാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാലാഖപ്പടിയിൽ നിന്ന് ബസ് എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാഹനത്തിൻ്റെ ഡോർ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഡോറ് അടച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇയാൾ പുറത്തേക്ക് വീണു പോയതാണോ ആര് പറഞ്ഞ പോലെ എടുത്ത് ചാടുകയായിരുന്നു എന്നുള്ള സംബന്ധിച്ചൊരു സ്ഥിരീകരണം എന്തായാലും പോലീസാണ് നടത്തേണ്ടത്. നിലവിൽ ബസ് ഡ്രൈവർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. കാരണം ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തി മുന്നോട്ടെടുക്കുമ്പോൾ ഡോർ അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത് അടയ്ക്കാതിരുന്ന ഡ്രൈവർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. അതിനപ്പുറം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? സ്വമേധയാ ഇത് എടുത്തു ചാടുകയായിരുന്നു? ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത്. കാരണം അതിൽ സാധ്യതകളാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഒന്നിൽ ഈ ഡോർ അടയ്ക്കാതെ വരുമ്പോൾ നിയന്ത്രണം വിട്ട് പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ പെട്ടുപോയി വീഴുന്നതാണോ, അതല്ല നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങൾ നോക്കുന്ന ഒരു പക്ഷേ ചാടുന്ന രീതിയിലാണ്. ഇപ്പോൾ രണ്ട് കാര്യത്തിലായാലും ഒരു വ്യക്തത വേണം. അപ്പോൾ കൂടുതൽ പരിശോധനകളൊക്കെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ നടത്തി തുടങ്ങിയോ? അതെ, അത് തന്നെയാണ്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കുട്ടി 16 വയസ്സുള്ള കുട്ടി എന്തിന് ചാടി എന്നുള്ളത്, ചാടിയതാണെങ്കിൽ എന്തിന് ചാടി എന്നുള്ളൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവറിൻ്റെ ഭാഗത്തും ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്തി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോറ് അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ നിലവിൽ സ്വകാര്യ ബസ്സുകളിലൊക്കെ തന്നെ ഡോറിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് ഡ്രൈവറിൻ്റെ കയ്യിലാണ്. ഡ്രൈവർ വിചാരിച്ചാൽ ആ ഡോറ് കൃത്യമായിട്ട് അടയ്ക്കാറുണ്ട്. പക്ഷേ അങ്ങനെ അടച്ചിരുന്നില്ല. അതാണ് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ എടുത്ത് ചാടിയതാണെങ്കിൽ അങ്ങനെ ഒരു ചാടാനൊരു അവസരം ഉണ്ടായത്. അതുകൊണ്ടാണ് പോലീസ് ഈ ഡ്രൈവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു കാരണങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി, ഇൻക്വസ്റ്റൊക്കെ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അത്തരം നടപടിക്രമങ്ങളിലായിരുന്നു ഇന്ന്. ഇതിൻ്റെ അന്വേഷണം സമാന്തരമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അശ്രദ്ധ മൂലം വീണുപോയതാണോ എന്നുള്ളത് അറിയണം, അല്ലെങ്കിൽ ബോധപൂർവം ചാടിയതാണോ? ഇക്കാര്യത്തിൽ ഈ രണ്ട് സാധ്യതയും സംബന്ധിച്ചുള്ള അന്വേഷണം. അരുൺ ശങ്കറാണ് വിവരങ്ങൾ.